ഫാൻസ് വരുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന ഒരു രീതി അപ്പോൾ അതിനകത്തുനിന്നാണ് എനിക്ക് തോന്നുന്ന ഒരു ഇനിഷ്യലി ഒരു രീതിയിലൊരു സ്പ്രെഡായി തോന്നിയിട്ടുണ്ട്, നെഗറ്റീവ് ഒരു രീതി സ്പ്രെഡായി തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ വൈകുന്നേരം സിനിമകളിപ്പോൾ നമ്മൾ വേറെ സിനിമയ്ക്ക് പോകുന്നത് അവിടെ കണ്ടിറങ്ങുന്ന വളരെ ഒപ്പീനിയൻസ് ഈ മീഡിയാസ് എടുക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പലർക്കും പടം വർക്കാവുന്നുണ്ട്, ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടി ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയേണ്ട പ്രതീക്ഷകൾ ഭയങ്കരമായിട്ട് കൂടിയിട്ട് ചെല്ലുമ്പോഴാണ് പ്രശ്നം. കാമായിട്ടിരുന്ന് ഒരു നോർമലായിട്ട് ഫാമിലി പോകുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഇത് സിനിമ ഇഷ്ടപ്പെടും എന്ന് ഒരു എനിക്ക് തോന്നുന്നത് സിനിമയുടെ ഫ്രണ്ടിനെ അതേ അഭിപ്രായമുണ്ട്. അതായത് നമ്മൾ കുറച്ചുകൂടി സെറ്റിൽ ആയിട്ടിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ് ഇതൊരു ബഹളത്തിനിടയിൽ നിന്ന് കാണേണ്ട ഒരു സിനിമയല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു ഇതിൻ്റെ ഒരു സെറ്റിംഗ് വർണ്ണിക്കാൻ എടുക്കുന്ന സമയം അത് കുറച്ചുകൂടി ശ്രദ്ധയോടെ കണ്ടാൽ തന്നെയാണ് നമ്മൾ ആ ലോകത്തേക്ക് എൻട്രി ചെയ്യുള്ളൂ. അപ്പൊ അതിനുള്ള സമയം നിങ്ങളുടെ മനസ്സിന് കൊടുക്കാവുന്ന ഒരവസ്ഥയിൽ ആ സിനിമ ഇരുന്ന് കണ്ടാൽ കൂടുതൽ ആസ്വദിക്കുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് അതിനുവേണ്ടി നമുക്ക് മൊത്തത്തിൽ എല്ലാവരും ഒച്ചയുണ്ടാക്കാതിരിക്കാൻ പറയാൻ പറ്റില്ല. പക്ഷെ ഇറ്റ് വിൽ ബി മോർ എന്റർടൈനിങ്, ഇറ്റ് വിൽ ബി മോർ ഇൻട്രസ്റ്റിംഗ് വെൻ യു വാച്ച് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇതിനകത്ത് മിക്സിങ്ങും സൗണ്ട് ഡിസൈൻ ഭയങ്കര രസമായിട്ടാണ് തിയേറ്ററിൽ അനുഭവപ്പെട്ടത്. കാരണം ലാസ്റ്റ് വരുന്ന സോങ്ങിലൊക്കെ ആണെങ്കിലും നമ്മുടെ സറൗണ്ടിങ്ങിൽ കൂടെ നമുക്ക് പല രീതിയിലായിരിക്കും. അതുപോലെ തന്നെ ഒരു കൗബോയ് ടച്ച് കൊടുത്തിട്ട് ഒരു ഇന്ത്യൻ ഫോക്ക് കലർത്തിയ പോലെയാണ് മ്യൂസിക് അനുഭവപ്പെട്ടത്. അത് ഇന്റൻഷനലി ആഡ് ചെയ്താണോ എത്രമാത്രം അതിന് എഫോർട്ട് ഉണ്ടാവും? ഇതിനകത്ത് നിങ്ങൾ കാണുന്ന ഏതൊരു എലമെന്റും, അത് സോങ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു സോങ്ങിന് പഴയ കാനഡ ചായലിന്റെ ചായ തോന്നുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഞങ്ങൾ ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ്. ഒരു പഴയ പാട്ട് കേൾക്കുന്ന സുഖം കിട്ടണം ആ പാട്ട് കേൾക്കുന്നത്. ഇപ്പോൾ സൊനാലി ഡാൻസ് ചെയ്യുന്ന മൈൽ സോങ് അത് ഒരു മറാഠി ലാവ്നി സ്റ്റൈൽ ഡാൻസിന്റെ സ്വഭാവം ഉണ്ടാക്കണം. കാരണം ഒരു വലിയ പ്രദേശത്ത് കൂടെ സഞ്ചരിക്കുന്ന സുഖം കിട്ടണം ഓഡിയൻസിന്. ആക്ടേഴ്സിന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഇപ്പോൾ കഥയെ പോലൊരു ആക്ടറെ കൊണ്ടുവന്നിട്ടുള്ളത് ഒക്കെ നമ്മുടെ ഒരു എൻറ്റയർ ഇന്ത്യൻ ടെറൈനായിട്ട് തോന്നാം. ഇതിന് ഉറപ്പായിട്ടും ഇപ്പോൾ വെസ്റ്റിലെ സിനിമകളുടെ സ്വഭാവം, ഇപ്പോൾ ഗുഡ് ബാഡ് അഗ്ലിയുടെയും ഫോർ എ ഫ്യൂ ഡോളേഴ്സ് മോറിൻ്റെയൊക്കെ സ്വഭാവം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് തന്നെയാണ്. നമ്മുടെ തന്നെ പഴയ സിനിമകൾ, നമ്മുടെ അത്ഭുത സിനിമകളായിട്ടുള്ള ഷോലയുടെയും ഷാനിൻ്റെയും അത്തരത്തിലുള്ള വലിയ സിനിമകൾ നമ്മൾ ഇവിടെ തന്നെ ന്യൂഡൽഹി ഉള്ള ലാർജർ എക്സ്പീരിയൻസ് തിയേറ്ററിൽ തരുന്ന സിനിമകളുടെ സ്വഭാവം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പാട്ടുകളിൽ അത്തരം സൗണ്ടുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ മെഹബൂബ പോലൊരു സോങ്ങിന്റെ സൗണ്ട് നമ്മൾ ഓർമ്മിപ്പിക്കും ഷോലെ പോലൊരു സിനിമയെ, അതിനുവേണ്ടി വെച്ചിട്ടുള്ളതാണത്. അപ്പോൾ ഈ റാക്ക് പോലൊരു സോങ് ഭയങ്കര നമ്മൾ റെഗുലർലി കേൾക്കാത്ത തരത്തിലുള്ളൊരു ലിറിക്കൽ ക്വാളിറ്റിയും ഓർക്കസ്ട്രൽ ക്വാളിറ്റിയും ഉള്ള തരത്തിലുള്ളൊരു സോങ് ആണത്. ലോട്ട് ഓഫ് ടാപ്സ് ഇൻവോൾവ്, ബോഡി ടാപ്പിംഗ്. അപ്പോൾ അതിന്റെ എല്ലാ ആസ്പെക്ട്സിനെയും കഥ എൻജോയ് ചെയ്യുന്നതോടൊപ്പം എൻജോയ് ചെയ്യാൻ തന്നെ നമ്മൾ അതിനകത്ത് കൊണ്ടുവന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള എലമെന്റുകൾ, സിമിലാരിറ്റി ഒരുപാട് സിനിമകളുമായിട്ട് നമുക്ക് തോന്നിക്കാനാണ് ഈ സിനിമ. കാരണം അതിന്റെ ഡിസൈൻ തന്നെ അങ്ങനെയാണ് ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഒരു നമ്മൾ 70s-ലും 80s-ലും ഇരുന്ന് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന വലിയ സിനിമയുടെ ശബ്ദവും അകലെ നിന്ന് വരുന്ന കാളവണ്ടിയുടെ ശബ്ദവും ഒക്കെ ഫീൽ ചെയ്യിക്കുക എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. ലിജോ ചേട്ടൻ്റെ തന്നെ പല സിനിമകളുടെ റെഫറൻസ് നമുക്ക് വരാൻ നടക്കും. ഇപ്പോൾ ആമിയനാണെങ്കിലും ഡബിൾ ബാരലാണെങ്കിലും ഫൈറ്റ് സീനിലൊക്കെ നമുക്കത് റെഫറൻസ് കണ്ട് വേണമെങ്കിൽ വെക്കാവുന്നതാണ്. അത് മേക്കർ എന്ന രീതിയിൽ ഇൻപുട്ട് അതുപോലെ വന്നതാണോ അതോ അല്ല അതുപോലെ നമുക്ക് തോന്നിച്ചു സിനിമ ഫൈറ്റ് സീൻ? ആക്ച്വലി അത് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ 10 സിനിമ പ്രായമുള്ള ഒരു സംവിധായകനാണ്. അപ്പൊ എന്റെ 10 സിനിമയിലെയും എലമെന്റുകൾ എന്റെ 10ാമത്തെ സിനിമയിൽ ഉണ്ടാവും. ഇനിയൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 10 സിനിമകളിൽ പിന്നെ അതിനകത്തേക്ക് എലമെന്റുകൾ വരും. അത് എൻ്റെ ഒരു ചിന്തയുടെ തുടർച്ചയാണ്. അപ്പൊ അത് അതിനകത്ത് തീർത്ത് ഇവിടെ വെച്ചേക്കാം എന്ന് വിചാരിക്കുന്നല്ല. അത് സിനിമയിൽ ഒരു കാര്യം കാണിക്കുന്ന തള്ളവരലിൽ ഫുൾ ബോഡി വെയിറ്റ് താങ്ങുന്ന ഒരു മാസീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സിനിമയുടെ എൻഡിങ് ചെയ്യുമ്പോൾ വേറൊരു നെക്സ്റ്റ് ഒരു പാർട്ടിലേക്കുള്ള ഒരു എലമെന്റ് കൊണ്ട് വേറൊരു ക്യാരക്ടറിന്റെ ഒരു ഇതും കൂടെ. അപ്പോൾ ഇതിലും വലിയൊരു സ്കെയിലായിരിക്കും ആ ഒരു ക്യാരക്ടർ ഫേസ് ചെയ്യുന്നത്. ആ ക്യാരക്ടറിന്റെ കഥയായിരിക്കും അടുത്തൊരു സിനിമ. അതായത് നെക്സ്റ്റ് ഒരു സിനിമയെ കുറിച്ച് എങ്ങനെയായിരിക്കും? അല്ല, ഇത് നമ്മൾ മനസ്സിലാലോചിച്ചിട്ടുള്ളത് ഇത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിനിമയാണ്. കുറച്ചുകൂടി നമുക്ക് റിലേറ്റബിലിറ്റി ഉണ്ട് ഗ്രൗണ്ട് ലെവലിൽ.
കുറച്ചുകൂടി അമാനുഷികതയുള്ള ഒരു സിനിമയായിട്ടാണ് അതിനെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു കഥാപാത്രവും രീതിയുമാണ് അതിൻ്റെ എൻഡിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ആ കഥയുടെ തുടർച്ച നാച്ചുറലി അതിനൊത്ത വലുപ്പം, കാല് ചവിട്ടി പൊങ്ങുന്ന തരത്തിലുള്ള വലുപ്പം ആ സിനിമയ്ക്കുണ്ടാവും. വേറെ ചോദ്യങ്ങളില്ലെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും വലിയ വലിയ നന്ദി. ഒറ്റ കാര്യം ഞാൻ പറയണു, 28 ദിവസം തിയേറ്ററിൽ ആൾ വരണം. ഇത് ഞാൻ ഉറപ്പായിട്ടും ഞങ്ങളുടെ എൻറ്റയർ ടീം അത് ആഗ്രഹിക്കുന്നു. അത് വലിയ സ്ക്രീനിൽ തന്നെ നമ്മുടെ ഓഡിയൻസ് കാണണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞാൻ ഇറങ്ങിക്കോട്ടെ.